ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളിലെ 2ാമത്തെ ഭാഗമാണ്. അതായത് കോഡ്സ് അഥവാ ഞാണുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ ഒരു ഞാണും വരച്ചിട്ടുണ്ട്, ഒരു കോഡും വരച്ചിട്ടുണ്ട്, സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കോഡിനെ ഞാൻ AB എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി സെന്ററിൽ നിന്നും എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, ഒരു സർക്കിളിന്റെ റേഡിയസ് മാറുന്നില്ല. അതായത് ഈ റെഡ് കളറിലെ 2 ലൈൻസും ഈക്വൽ ആണ്. അത് രണ്ടും റേഡിയസ് ആണ്, ആരമാണ്, അല്ലെ? അപ്പൊ ഈ ത്രികോണം എന്ത് ത്രികോണമാണ്? ഒരു സമപാർശ്വ ത്രികോണം അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, അല്ലെ? ഇനി ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരു വെർട്ടെക്സ്, അതിന്റെ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ഈ വശത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അതിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. ഒരു സമപാർശ്വ ത്രികോണത്തിലെ ഈ മുകളിലത്തെ മൂല എടുത്താൽ മുകളിലത്തെ മൂലയിൽ നിന്ന് നേരെ എതിർവശത്തേക്കുള്ള ലംബം വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. അപ്പൊ അത് ഈ വൃത്തത്തിന്റെ കേസിൽ പറയുമ്പോഴാണ് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര വൃത്തത്തിന് ആ ഞാണിന് ലംബമായിരിക്കും. അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിന് ലംബമായിട്ട് വരയ്ക്കുന്ന വര ഞാണിന്റെ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഓപ്പോസിറ്റ് കിടക്കുന്ന കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോൾ അത് ആ കോഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാലും സർക്കിളിന്റെ സെന്ററും കോഡിന്റെ മിഡ് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. റീസൺ എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ പോയിന്റിനെ M എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈ M എന്നുള്ളത് ABയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്തെഴുതാം? OM പെർപെൻഡിക്കുലർ ടു AB എന്നെഴുതാം. കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബം അല്ല ഞാണിന്റെ മധ്യബിന്ദുവിലേക്കുള്ള വര ഞാണിന് ലംബമായിരിക്കും. പിന്നെ മധ്യബിന്ദു ലംബം വരച്ചു കഴിഞ്ഞാൽ അത് മധ്യബിന്ദുവിൽ കൂടെ കടന്നും പോകത്തുള്ളൂ. അപ്പൊ എന്താ? AM ഈക്വൽ ടു BM ആയിരിക്കും. ഇനിയിപ്പൊ നമ്മൾ ചെയ്ത എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് അല്ലെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇനിയിപ്പോ മിഡ് പോയിന്റിൽ നിന്ന് അങ്ങോട്ട് വരച്ചാലും അത് സെന്ററിൽ കൂടെ പോകും. അപ്പൊ മധ്യബിന്ദുവിൽ നിന്ന് അങ്ങോട്ട് ലംബം വരച്ചാലേ ABക്ക് ലംബമായിട്ട് മിഡ് പോയിന്റിൽ കൂടെ മധ്യബിന്ദുവിൽ കൂടെ വരയ്ക്കുന്ന വര കറക്റ്റ് കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. അപ്പൊ തിരിച്ചും പറയാം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ 2ാമത്തെ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ. അതിന്റെ സെന്റർ നമുക്ക് അറിയത്തില്ല, എവിടാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് 2 കോഡ്സ് വരയ്ക്കും, 2 ഞാണുകൾ വരയ്ക്കും. രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരച്ചിട്ട് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സെന്റർ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഞാൻ 2 കോഡും 2 നീളമാണ് എടുത്തിരിക്കുന്നത്. സെയിം നീളമോ 2 നീളമോ ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഇവിടെ ഈ കോഡ് ഈ ഞാണിന്റെ ലംബ സമഭാജി വരച്ചപ്പോൾ കേന്ദ്രത്തിൽ കൂടെ കടന്നുപോയി. അപ്പൊ അത് കേന്ദ്രത്തില് ഇപ്പൊ പേന വെച്ചിട്ടുണ്ട്. ആ കേന്ദ്രം എവിടെയാന്ന് നമുക്ക് ഇപ്പൊ ലംബ സമഭാജി വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. അത് കേന്ദ്രം എവിടെയാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ 2 എണ്ണം അത് കാരണം വരയ്ക്കണം, 2 ഞാണുകൾ വരയ്ക്കണം. എന്നിട്ട് അതിന്റെ ലംബ സമഭാജി വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ പകുതി കൂടുതൽ എടുത്തു. പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലും താഴെ, അതായത് ഈ വശത്തും ഇപ്പുറത്തെ വശത്തും ആർക്കുകൾ വരയ്ക്കണം. ആർക്കുകൾ വരച്ചു. ഇനി അത് ജോയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2ാമത്തേന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കാം. അവിടെയും പകുതി കൂടുതൽ എടുക്കുക.
അപ്പൊ ഈ രണ്ട് ഗ്രീൻ കളർ ലൈനും കൂടെ ചേർന്ന് മുട്ടുന്ന പോയിന്റ് ആണ് സെന്റർ അഥവാ കേന്ദ്രം. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ മുഴുവനായിട്ട് തന്നിട്ടില്ല. ഇനി ഇവിടെ നോക്കിക്കേ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല, വൃത്തം മുഴുവനായിട്ടില്ല, ഒരു ആർക്ക് മാത്രം, ഒരു ചാപം മാത്രമാണുള്ളത്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ രണ്ട് കോഡ് വരയ്ക്കണം. രണ്ട് കോഡ് വരച്ചിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഇപ്പോൾ ഒരു കോഡ് ഇത്, രണ്ടാമത്തെ കോഡ് ഇങ്ങനെ വരച്ചു. രണ്ടിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അതാണ് സെന്റർ ആയിട്ട് കിട്ടുന്നത്. എന്നിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 154 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചിത്രത്തിലെ വിലങ്ങനെയുള്ള വര വൃത്ത കേന്ദ്രങ്ങൾ യോജിപ്പിച്ച് വരച്ചതും കുത്തനെയുള്ള വര വൃത്തങ്ങൾ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയുമാണ്. ചുവടെ പറയുന്ന കാര്യങ്ങളുടെ കാരണം എഴുതുക. ഒന്നാമത്തത്, കുത്തനെയുള്ള വരയുടെ ലംബ സമഭാജി രണ്ട് വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങളിൽ കൂടെ കടന്നു പോകും. വിലങ്ങനെയുള്ള വര കുത്തനെയുള്ള വരയുടെ ലംബ സമഭാജിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മളോട് ഒന്നാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഈ ഗ്രീൻ കളർ വെർട്ടിക്കൽ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ബ്ലാക്ക് കളർ ലൈൻ. അപ്പോൾ ആ ബ്ലാക്ക് കളർ ലൈൻ രണ്ട് സർക്കിളിൻ്റെയും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സർക്കിൾ, അതായത് ബിഗർ സർക്കിൾ, വലിയ സർക്കിളിൻ്റെ സെൻറ്ററിന് സി എന്നും ചെറിയ സർക്കിളിൻ്റെ സെൻറ്ററിന് കേന്ദ്രത്തിന് ഡി എന്നും കൊടുക്കാം. ഇനി ഈ കോഡ് ഞാണിന് എ ബി എന്നും പേര് കൊടുക്കാം. എ ബിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടാണ് സി ഡി വരുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ മീറ്റിംഗ് പോയിന്റിന് എം എന്നും പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എ ബി പെർപെൻഡിക്കുലർ സി ഡി എന്നെഴുതാമല്ലോ. ഇത് തന്നിരിക്കുന്നതാണ്. എ ബി സി ഡിക്ക് ലംബമാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന എന്താണ്, ഇത് വലിയ വൃത്തവും ഇത് ചെറിയ വൃത്തവും രണ്ടിനും പൊതുവായിട്ടുള്ള ഞാണാണ് എ ബി. രണ്ട് സർക്കിളിനും കോമൺ ആയിട്ട് വരുന്ന കോഡാണ് എ ബി. അപ്പൊ എന്തെഴുതാം? എ ബി ഈസ് ദ കോമൺ കോഡ് ഓഫ് ടു സർക്കിൾസ്. രണ്ട് വൃത്തങ്ങളുടെയും പൊതുവായ ഞാണാണ് എ ബി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ വലിയ വൃത്തം മാത്രം എടുക്കാം, ബിഗർ സർക്കിൾ മാത്രം എടുക്കാം. അതിനകത്തുനിന്ന് നമുക്ക് എന്താ അറിയാവുന്നത്? ഇത് കേന്ദ്രമാണെന്നറിയാമല്ലോ. ഇനി നമുക്ക് ഈ വലിയ സർക്കിൾ മാത്രം എടുക്കാം. ആ വലിയ സർക്കിളിന്റെ കോഡാണല്ലോ എ ബി. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറി സെന്ററിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ എന്ന് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. വലിയ വൃത്തത്തിന്റെ ഒരു ഞാണാണ് എ ബി. അതിന്റെ ലംബ സമഭാജി വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. അതേപോലെ തന്നെ ചെറിയ വൃത്തത്തിലെ ഞാണാണ് എ ബി. അതിന്റെ ലംബ സമഭാജി ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് എഴുതാമല്ലോ. എ ബി ഈസ് the perpendicular bisector of AB passes through both the centers of the circles. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എഴുതാം. The perpendicular bisector of a chord passes through the center of the circle. ഞാണിന്റെ ലംബ സമഭാജി വൃത്തകേന്ദ്രത്തിൽ കൂടി കടന്നുപോകും. അപ്പൊ ഇത് രണ്ട് വൃത്തത്തിനും അതേ തന്നെയാണല്ലോ എഴുതാവുന്നത്. ഇതിപ്പോ ഞാൻ ഒറ്റ പോയിന്റ് ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അത് രണ്ട് വൃത്തത്തിന്റെയും കേന്ദ്രത്തിൽ കൂടെ, അതായത് സിയിൽ കൂടെയും ഡിയിൽ കൂടെയും കടന്നു പോകുന്നു നമുക്ക് എഴുതാമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ സി ഡി വെർട്ടിക്കൽ ആയിട്ടുള്ള എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് വിലങ്ങനെയുള്ള സി ഡി കുത്തനെയുള്ള എ ബിയുടെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കണം. അതിനെന്താ തെളിയിക്കേണ്ടത്? ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ
ഇത് ലംബവും ആയിരിക്കണം, അതായത് ഈ കോൺ 90 ആയിരിക്കണം, അതായത് ഇതും 90 ആയിരിക്കണം. പിന്നെ ഈ AM-ഉം BM-ഉം തുല്യമാണെന്നും തെളിയിക്കണം. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യ ത്രികോണങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ തുല്യ ത്രികോണങ്ങൾ ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എടുത്തു, അതായത് CMBയും CMAയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തുല്യമാകണമെങ്കിൽ 3 വശം തുല്യമാകാം, അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടാവണം. അതിനകത്ത് 3 വശങ്ങൾ SSS ഓർക്കുന്നുണ്ടല്ലോ, 2 വശവും അതിൻ്റെ ഇടയിലുള്ള കോണും SAS, 2 കോണും അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡും ASA അല്ലെങ്കിൽ RHS മട്ടത്രികോണം. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് അറിയാവുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇത് ഈ നീല കളറിലെ 2 വരകളും ആരം അഥവാ റേഡിയസ് അത് തുല്യവ. ഇത് കോമൺ ആയിട്ടുള്ള വശവ. പക്ഷെ മൂന്നാമതൊരെണ്ണം എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. കാരണം ഇത് AM-ഉം BM-ഉം ഈക്വലാന്ന് നമുക്ക് തെളിയിക്കാനുള്ള വശമാണ്. കോണുകളെ പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ നമുക്ക് 2 സംഗതികളെ ഉള്ളൂ. അതുപോലെ 3 സംഗതികൾ ഉണ്ടായിരിക്കണം ഒരു 2 ത്രികോണങ്ങൾ തുല്യമാകണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ത്രികോണം എടുക്കാം. തെളിയിക്കാനുള്ളത് എന്താന്ന് നമുക്ക് മനസ്സിലായല്ലോ. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഏതാണ് AM ഈക്വൽ ടു BM എന്നും തെളിയിക്കണം. ആൻഡ് ആംഗിൾ AMC ഈക്വൽ ടു ആംഗിൾ BMC ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇനി അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും കൂടെ ഒരു ട്രയാങ്കിൾ ആക്കാം. അതായത് ഈ മുകളിലത്തെ വലിയ ത്രികോണം ACD എന്ന വലിയ ത്രികോണവും താഴത്തെ BCD എന്ന താഴത്തെ ത്രികോണവും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ 2 വശങ്ങൾ നീലകള് തുല്യമാണ്, ചുവന്നത് തുല്യമാണ്, ഇത് കോമൺ ആയിട്ട് വരുന്ന വശമാണ്. അപ്പൊ അത് തുല്യ ത്രികോണങ്ങളായല്ലോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. കൺസിഡർ ട്രയാങ്കിൾ ACD and ട്രയാങ്കിൾ BCD. ത്രികോണം ACDയും ത്രികോണം BCDയും എടുക്കുക. അതിനകത്ത് ഏതൊക്കെ വശങ്ങളാ തുല്യം നമുക്ക് നോക്കാം. AC ഈക്വൽ ടു BC ആണല്ലോ. ഈ നീലകള് തുല്യമാണ്. അതാ വലിയ വൃത്തത്തിന്റെ ആരങ്ങളാണ്. ഇനി ചെറിയ വൃത്തത്തിന്റെ ആരങ്ങൾ റേഡിയസുകൾ ഏതൊക്കെ വരും? ADയും BDയും. AD ഈക്വൽ ടു BD. പിന്നെ എന്താണ്? CD എന്നുള്ളത് കോമൺ ആണ്. അപ്പൊ CD ഈക്വൽ ടു CD. 3 പേര് തുല്യമാണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഈ 2 ത്രികോണങ്ങള് തുല്യ ത്രികോണങ്ങളായാൽ ആംഗിൾ ACD ആൻഡ് ആംഗിൾ BCD ആർ ഈക്വൽ ട്രയാങ്കിൾസ്. മലയാളം മീഡിയംകാർ എന്തെഴുതണം? ത്രികോണം ACDയും ത്രികോണം BCDയും തുല്യ ത്രികോണങ്ങളാണ്. ഇപ്പൊ 3 പേർ നമുക്ക് തുല്യമായി കിട്ടി. അതായത് വശങ്ങൾ 3 അപ്പൊ കോണുകളും തുല്യമായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന കോൺ നോക്കുക. ഈ കോണും ഇതും തുല്യമായിരിക്കും. ഞാൻ എന്തിനാ അത് രണ്ടും എടുത്താന്ന് വെച്ചാല് നമുക്ക് നമ്മൾ ഇനി തെളിയിക്കാൻ പോകുന്ന ഈ നീല ഈ പച്ചയുടെ ഇപ്പുറത്തോട്ടുള്ള ആ ത്രികോണങ്ങൾ 2 എടുത്ത് നമ്മൾ ഇത് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യമായ ഒരു കോണാണ് ഈ 2 കോൺ. ബാക്കി കോണുകളും തുല്യമാണ്. അതായത് ആംഗിൾ A മുഴുവനായിട്ടും ആംഗിൾ B മുഴുവനായിട്ടുള്ളതും തുല്യമാണ്. അതേപോലെ ഈ D എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന 2 കോണുകളും തുല്യമാണ്. പക്ഷെ നമുക്കത് രണ്ടും ഇപ്പൊ ആവശ്യമില്ല. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുന്നു. ആംഗിൾ ACM ഇവിടം വരെ എടുക്കുന്നുള്ളൂ. ACD വരെ ഞാൻ എടുക്കുന്നില്ല. ആംഗിൾ ACM ഈക്വൽ ടു ആംഗിൾ BCM. 2 ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ അതിനകത്ത് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഈ 2 കോണുകൾ തുല്യമാണെന്ന് എടുത്തു. ഇനി ഞാൻ എടുക്കുന്ന ഈ 2 ത്രികോണങ്ങളാണ് ഈ പച്ചയുടെ ഇപ്പുറത്തോട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് പേരെന്തെഴുതാം? കൺസിഡർ ട്രയാങ്കിൾ ACM ആൻഡ്
ട്രയാങ്കിൾ BCM. മലയാളം മീഡിയംകാർ എഴുതണം ത്രികോണം ACMഉം ത്രികോണം BCMഉം നമുക്ക് എടുക്കാം. ഇനി അതിനകത്ത് തുല്യമായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഈ നീല കളർ വരകൾ തുല്യമാണല്ലോ, ആരങ്ങളാണല്ലോ അല്ലെ. AC ഈക്വൽ ടു BC, കാരണം എന്താണ്? റേഡിയസ് ആണ്. ഇനി കോൺ ആംഗിൾ ACM ഈക്വൽ ടു ആംഗിൾ BCM നമുക്കിപ്പോൾ കിട്ടിയത്. പിന്നെന്താണ്? CM ഈക്വൽ ടു CM പൊതുവായ വശം. അപ്പം ഞാൻ എഴുതുന്ന നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും കാരണം കൂടെ എഴുതണം. AC ഈക്വൽ ടു BC, ആരങ്ങൾ തുല്യമാണ്, റേഡിയൈ ആണ്, റേഡിയൈ ഈക്വൽ ആണ്. ആംഗിൾ ACM ഈക്വൽ ടു ആംഗിൾ BCM എന്നുള്ളത് നമുക്കിപ്പോൾ തൊട്ട് മുകളിൽ കിട്ടി. CM ഈക്വൽ ടു CM എന്നുള്ള പൊതുവായ വശം അല്ല കോമൺ സൈഡ് എന്ന് എഴുതിക്കണം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായി? ഈക്വലായി. Therefore, triangle ACM and triangle BCM are equal triangles. മലയാളം മീഡിയംകാർ ത്രികോണം ACMഉം ത്രികോണം BCMഉം തുല്യ ത്രികോണങ്ങളാണെന്ന് എഴുതണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AMഉം BMഉം മൂന്നാമത്തെ വശങ്ങൾ ഈക്വൽ ആണെന്ന് കിട്ടി. AM ഈക്വൽ ടു BM എന്നും കിട്ടി. മാത്രമല്ല ഈ രണ്ട് കോണുകൾ തുല്യമാണെന്നും കിട്ടി. ആൻഡ് ആംഗിൾ AMC ഈക്വൽ ടു ആംഗിൾ BMC എന്ന് കിട്ടി. പക്ഷെ അത് 90 ഡിഗ്രിയാന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് AB ഒരു ഞാനാണെന്നറിയാം അല്ലേ. AB ഒരു കോഡാണ്. AB ഈസ് എ കോഡ്. കോഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഒരു നേർവരയല്ലേ. AB ഒരു ഞാനാണ്, അതൊരു നേർവരയാണ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഒരു നേർവരയിലെ കോണുകളുടെ തുക എത്രയാണ്? 180 അല്ലെ. അപ്പൊ ഇത് നോക്കിക്കേ, ഈ പച്ച വര, അതായത് ഈ വര നേർവരയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് കോണുകളാണ് തുല്യം നമുക്ക് കിട്ടിയത്. നേർവരയിലെ കോണുകളുടെ തുക എത്രയാണ്? 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആംഗിൾ AMC പ്ലസ് ആംഗിൾ BMC ഈക്വൽ ടു 180 ആണെന്ന് നമുക്കറിയുകയും ചെയ്യാം. ആംഗിൾ AMCയും ആംഗിൾ BMCയും തുല്യമാണെന്നും അറിയാം. അപ്പൊ ഓരോന്നും എത്ര വീതം വന്നു? Therefore angle AMC equal to angle BMC equal to 90 ആയാലും ഓരോന്നും 90 വെച്ചായാലും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആകത്തുള്ളൂ. അതായത് നമുക്ക് എന്തെഴുതാം? വിലങ്ങനെയുള്ള വര, അതായത് CD ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് എഴുതാമല്ലോ. Therefore CD is the perpendicular bisector of AB. ABയുടെ ലംബ സമഭാജിയാണ് CD എന്ന് എഴുതാം. ആൻസർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒരേ കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളും ഒരു വരയുമാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. വരയുടെ ഇരുഭാഗത്തും വൃത്തങ്ങൾക്കിടയിലെ ഭാഗങ്ങൾക്ക് ഒരേ നീളം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സെന്റർ ആയിട്ടുള്ള രണ്ട് സർക്കിൾസ് ആണ് ഇത്. ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്കിൾസിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും മാത്രം, ഈ ചെറിയ പോർഷൻ, അത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഈ വലിയ സർക്കിളിന്റെ കോഡായിട്ട് AB എന്ന് എടുത്തു. മനസ്സിലായോ? A മുതൽ B വരെ. ഇനി ചെറിയ സർക്കിളിന്റെ കോഡായിട്ട് CD എന്നും എടുത്തു. ഇത് സെന്റർ ആണല്ലോ. അപ്പൊ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിന് ഞാൻ M എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് ആദ്യം ചെറിയ സർക്കിൾ എടുക്കാം. ഇൻ സ്മോളർ സർക്കിൾ, ഈ ചെറിയ വൃത്തത്തിൽ എന്താണ്? ഇതൊരു സെന്റർ O എന്ന് വേണേ കൊടുത്തോ. അപ്പൊ എന്തെഴുതാം? CM ഈക്വൽ ടു DM എന്ന് എഴുതാവോ? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് CM ഉം DM ഉം തുല്യമാണ്. CM ഈക്വൽ ടു
DM. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്, കേന്ദ്രത്തിൽ നിന്നാണ് അല്ലേ. പിന്നെ അത് പെർപെൻഡിക്കുലർ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇൻ ബിഗർ സർക്കിളോ, വലിയ വൃത്തത്തിൽ എന്ത് പറയാം? AM = BM എന്ന് എഴുതാം. ആണോ? അല്ലേ. ഇനി നമുക്ക് ഈ ചെറിയ പോർഷൻ എന്ന് പറയുന്നത് ACയും BDയും അല്ലേ. ഈ മുഴുവനുള്ള AM-ൽ നിന്ന് CM കുറച്ച് കഴിയുമ്പം AC കിട്ടുകയല്ലേ. അതായത് ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ടും ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ടും എടുത്തോ. അപ്പോൾ 1 - 2, ഒന്നിൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് AM - CM = റൈറ്റ് സൈഡിലും ഒന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തെ സബ്ട്രാക്ട് ചെയ്യണം, BM - DM. കാരണം വലുത് BM ആണ്, പിന്നെ ചെറുത് കുറയ്ക്കണം. AM - CM എന്താ? ഇവ തമ്മിൽ ഈക്വൽ ആയതുകൊണ്ടാണ് കുറയ്ക്കുമ്പോഴും അത് ഈക്വൽ ആവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി AM - CM എന്താ? AC അല്ലേ. AC = ഇവിടെ BM - DM എന്താ? BD. ആൻസർ ആയില്ലേ. ഈ രണ്ട് ഇടയ്ക്കുള്ള രണ്ട് ചെറിയ സ്പേസിന്റെ ലെങ്ത് സെയിം ആണെന്ന് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? വൃത്തത്തിനിടയിലുള്ള ചെറിയ ഭാഗങ്ങൾക്ക് ഒരേ നീളം ആണ് എന്ന് എഴുതാം.